ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നാൽ കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട്. ഓക്കെ, ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കേരള സർക്കാർ ജലഗതാഗത വകുപ്പിൽ വിവിധ തസ്തികയിലേക്കായി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. കേരള PSC മുഖേനയാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത്. ഫോർമാൻ അതേപോലെ തന്നെ കൊക്കർ തസ്തികയിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. യോഗ്യരായവർ ജൂലൈ 16 മുമ്പായിട്ട് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കണം. ഇതിന്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം. കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഫോർമാൻ അതേപോലെ തന്നെ കൊക്കർ റിക്രൂട്ട്മെന്റ് ആകെ ഒഴിവുകൾ 2 എണ്ണമാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 98/2025, അതേപോലെ തന്നെ 105/2025. ഫോർമാൻ എന്ന തസ്തികയിലേക്ക് 95/2025 ആണ്. ആകെ ഒഴിവുകൾ ഒരെണ്ണം മാത്രമാണ്. കൊക്കർ എന്ന തസ്തികയിലേക്ക് 105/2025, അതും ഒഴിവുകൾ ഒരെണ്ണം മാത്രമാണ്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഫോർമാൻ എന്ന തസ്തികയിലേക്ക് 18 വയസ്സിനും 41 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ 2/1/1984 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. കൊക്കർ എന്ന തസ്തികയിലേക്ക് 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ഫോർമാൻ എന്ന തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം. അതേപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ 5 വർഷം സൂപ്പർവൈസറി പരിചയമുള്ളവർക്കും ഇതിലേക്ക് മുൻഗണന എന്ന് പറയുന്നുണ്ട്. അത് നിർബന്ധമില്ല. ഓക്കെ, കൊക്കർ എന്ന തസ്തികയിലേക്ക് 7ാം ക്ലാസ് വിജയിച്ചിരിക്കണം. അതേപോലെ തന്നെ അംഗീകൃത ബോട്ട് ബിൽഡിംഗ് യാർഡിൽ കുക്കർ തസ്തികയിലേക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഓക്കെ, ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് ഫോർമാൻ എന്ന തസ്തികയിൽ 39,300 രൂപ മുതൽ 83,000 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. കൊക്കർ എന്ന തസ്തികയിലേക്ക് 24,400 രൂപ മുതൽ 55,200 രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതാണ്. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ജൂലൈ 16 മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കണം. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലെങ്കിൽ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം കാറ്റഗറി നമ്പർ അടിച്ചു കൊടുത്താൽ അതിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക്